എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് 2024 CSAT എക്സാമിന് നമ്പർ സിസ്റ്റത്തിൽ നിന്നും ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 2 ആയിട്ട്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഇഫ് ദ സം ഓഫ് ദ 2-digit numbers AB and CD is the 3-digit number 1CE. അതായത് AB എന്ന് പറയുന്ന ഒരു 2-digit നമ്പറിനെയും CD എന്ന് പറയുന്ന ഒരു 2-digit നമ്പറിനെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1CE എന്ന ഒരു 3-digit നമ്പറാണ് കിട്ടുക. ഓക്കെ, അതിനുശേഷം അവർ പറയുന്നത് A, B, C, D, E എന്ന് പറയുന്ന നമ്പറുകൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിജിറ്റുകളാണ്. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റുകളാണ്, സിംഗിൾ ഡിജിറ്റുകളാണ്, അവരെല്ലാവരും ഡിസ്റ്റിങ്ക്റ്റും ആണ്, ഡിഫറൻറ്റും ആണ്. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ? എങ്കിൽ എയുടെ വാല്യൂ എന്ത് എന്നാണ് ചോദ്യം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ അല്ലേ? നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കുക മക്കളെ, എ, ബി, സി, ഡി രണ്ട് 2-digit നമ്പറുകളാണ്. ഈ നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഈ ബി എയും ഡി എയും ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബി എയും ഡി എയും ആഡ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുള്ള ആൻസർ കിട്ടാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സിംഗിൾ ഡിജിറ്റ് കിട്ടാം. ശരിയല്ലേ? ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ കിട്ടാം. ഒന്നുകിൽ നമുക്കറിയത്തില്ലല്ലോ ഏതാ കിട്ടുന്നതെന്ന്, കാരണം ബി ഏത് ഡി ഏതെന്ന് അറിയത്തില്ല. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ എ ബിയെ സി ഡിയുമായി കൂട്ടിച്ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ബി എയും ഡി ആണല്ലോ ആദ്യമായി നമ്മൾ ആഡ് ചെയ്യാം. ആ സമയത്ത് ബി എയും ഡി എയും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 2-digit നമ്പർ കിട്ടാം. ഓക്കെ അല്ലേ? രണ്ട് പോസിബിലിറ്റി. ഒന്നുകിൽ നിങ്ങൾ എ ബി പ്ലസ് സി ഡി ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നത് ബി എയും ഡി എയും ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ഡിജിറ്റ് കിട്ടാം. അല്ലെങ്കിൽ ബി എയും ഡി എയും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 2-digit നമ്പർ കിട്ടാം. ശരിയല്ലേ? നിങ്ങൾ ആലോചിക്കുക, എയും ബിയും എ ബി പ്ലസ് സി ഡി സിംഗിൾ ഡിജിറ്റാണ് കിട്ടുന്നതെങ്കിൽ അവരുടെ ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ലോ, ബിയും ഡി ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഇ. ഇവിടെ കിട്ടേണ്ടത് എന്താണ്? ഇ ആണ് കിട്ടേണ്ടത്. ക്ലിയർ അല്ലേ? ഇ. നമുക്ക് ക്യാരി ഓവർ ചെയ്യാൻ നമ്പറൊന്നുമില്ല. പക്ഷേ 2-digit നമ്പറാണ് കിട്ടുന്നതെങ്കിൽ എ ബി പ്ലസ് സി ഡി ഇവിടെ കിട്ടുന്നത് 2-digit നമ്പർ ആണെങ്കിൽ നിങ്ങൾ ഈ എഴുതുന്നതിന് ശേഷം എഴുതുന്നതിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആക്ച്വലി 1E ആയിരിക്കും കിട്ടുക ഉത്തരം. നിങ്ങളിവിടെ ക്യാരി ഓവർ ചെയ്യേണ്ടത് 1 ആണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, രണ്ട് സിംഗിൾ ഡിജിറ്റ് നമ്പറുകളെ ആഡ് ചെയ്താൽ നമുക്ക് മാക്സിമം ക്യാരി ഓവർ ചെയ്യാൻ പറ്റുന്നത് 1 ആണ്. മറക്കരുത്, ആ പോയിന്റ് ഒന്ന് എഴുതിയിടുക, എവിടെയെങ്കിലും ഒരു മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ അല്ലേ? രണ്ട് സിംഗിൾ ഡിജിറ്റ് നമ്പറുകളെ ആഡ് ചെയ്താൽ മാക്സിമം ക്യാരി ഓവർ ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ക്യാരി ഓവർ ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ ബി എയും ഡി എയും ആഡ് ചെയ്യുമ്പോൾ 2-digit നമ്പറാണ് കിട്ടുന്നതെങ്കിൽ മാക്സിമം ക്യാരി ഓവർ എത്രയാണ്? 1 ആണ്. സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ ക്യാരി ഓവർ ചെയ്യാൻ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇ ആ കിട്ടുക. ശരിയല്ലേ? ഇനി അടുത്ത കേസ് നോക്കാം. നമ്മൾ ബി എയും ഡി എയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങളേക്ക് ആരെയൊക്കെ ആഡ് ചെയ്യേണ്ടത്? എയെയും സി എയും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എയെയും സി എയും ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസസിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? എ പ്ലസ് സി എന്ന് പറയുന്നത് 1C കിട്ടണം. എങ്കിലേ നമുക്കിത് ഉത്തരം ശരിയായിട്ട് വരത്തുള്ളൂ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, മനസ്സിലാക്കിയിരിക്കുക. രണ്ട് സിംഗിൾ ഡിജിറ്റുകളെ ആഡ് ചെയ്താൽ ഒരിക്കലും ഇത്തരത്തിലൊരു ആൻസർ കിട്ടത്തില്ല. അതായത് എ ഒരു സിംഗിൾ ഡിജിറ്റ് ആണ്, സി ഒരു സിംഗിൾ ഡിജിറ്റ് ആണ്. ഇത് ആഡ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് 1C എന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല. അങ്ങനെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ എ പ്ലസ് സിയോട് വേറെ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. മറക്കരുത്. അപ്പോൾ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഒരിക്കലുമില്ല. നമ്പറുകളിൽ സിംഗിൾ ഡിജിറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഈ ഒരു ഫോർമാറ്റിൽ കിട്ടത്തില്ല. ഇനി കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ രണ്ട് നമ്പർ ആഡ് ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം? വേറെ ഏതെങ്കിലും ഒരു നമ്പർ കൂടെ ഇതിനോട് എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും. അതായത് എ പ്ലസ് സി പ്ലസ്
എക്സ് മാത്രമേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും 1c എന്ന ഒരു ഉത്തരത്തിൽ എത്തിക്കത്തുള്ളൂ. മറക്കരുത്. a പ്ലസ് സി പ്ലസ് എക്സ്, എക്സ് എത്ര വേണമെങ്കിലും ആവാം, അത് ഞാൻ പഠിപ്പിക്കും നിങ്ങളെ. 1c എന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ. മനസ്സിലാക്കുക. അതിൽ വേറൊരു കണ്ടീഷൻ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ കിട്ടണമെങ്കിൽ, ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ സി ഷുഡ് ബി ലെസ് ദാൻ എ ആയിരിക്കണം. സി എന്ന് പറയുന്നത് എയേക്കാൾ ചെറുതായിരിക്കണം, അല്ലെങ്കിൽ എ വലുതായിരിക്കണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് രണ്ട് നമ്പറുകളെ ആഡ് ചെയ്തിട്ട് അതിനോട് വേറൊരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 1c എന്ന ടൈപ്പിലുള്ള ആൻസർ കിട്ടും. ഈ അങ്ങനത്തത് കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, ആ നമ്പറുകളിലെ ചെറിയ നമ്പർ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യപ്പെടുക. ഓക്കെ അല്ലേ? അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു കണ്ടീഷൻ വരാത്തത് കൊണ്ട്, ഈ a പ്ലസ് സി ഈക്വൽ ടു 1c എന്നൊരു ടൈപ്പ് വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു രീതി എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് കേസ് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ഇനിയുള്ളത് സെക്കൻഡ് കേസാണ്. സെക്കൻഡ് കേസിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, a പ്ലസ് സി പ്ലസ് ക്യാരി ഓവർ എത്രയും മക്കളെ 1 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, 1c കിട്ടുന്നു. ശരിയാണ്. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയുണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ എ എത്രയാണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സിംഗിൾ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 1 മുതൽ ഏത് വരെ വരാം, അല്ലെങ്കിൽ 0 മുതൽ 9 വരെ വരാം. പക്ഷേ എയും സിയും ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. അതിൻ്റെ കാരണം എ ബി ഒരു 2 ഡിജിറ്റ് നമ്പറാണ്, സി ഡി ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. ഒരിക്കലും ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 0 ആവത്തില്ലല്ലോ. അപ്പോൾ എയും സിയും ഒരിക്കലും 0 അല്ല. അപ്പോൾ എയുടെ വാല്യൂ 1 മുതൽ 9 വരെ ആകാം, അതുപോലെ സിയുടെ വാല്യൂ 1 മുതൽ 9 വരെ ആകാം. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിവിടെ ഒരു പോയിന്റ് പറഞ്ഞു തന്നിരുന്നു. എയും സിയും ആഡ് ചെയ്യുമ്പോൾ, എയെയും സിയെയും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു നമ്പറിനെ കൂടി ആഡ് ചെയ്താലേ നിങ്ങൾക്ക് 1c എന്ന നമ്പർ കിട്ടത്തുള്ളൂ. ആ 1c കിട്ടണമെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, സിയുടെ വാല്യൂ ആരെക്കാൾ ചെറുതായിരിക്കണം, എയുടെ വാല്യൂവിനേക്കാൾ ചെറുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് 1c കിട്ടണമെങ്കിൽ സിയുടെ വാല്യൂ ആരെക്കാൾ ചെറുതായിരിക്കണം, എയുടെ വാല്യൂവിനേക്കാൾ ചെറുതായിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സിയുടെ വാല്യൂ ചെറുതാണെന്ന് മനസ്സിലായി, എയുടെ വാല്യൂ വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ക്ലിയർ അല്ലേ? അടുത്ത് a പ്ലസ് സി, അതിനോട് എത്ര കൂട്ടാനേ പറ്റൂ നമുക്ക്? ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് 1 ആണ്. അതായത് a പ്ലസ് സിയോട് 1 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം, 1c കിട്ടണം. മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനൊരു എക്സാമ്പിൾ വെച്ചത് ചെയ്യാം. നിങ്ങൾ നോക്ക്, 9 പ്ലസ് 8 പ്ലസ് എക്സ് ഈക്വൽ ടു നിങ്ങൾക്ക് 18 എന്ന ഉത്തരം കിട്ടണം. 18 എന്ന ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണോടാ, എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം, 1 ആയാലല്ലേ പറ്റത്തുള്ളൂ. കാരണം 9ഉം 8ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്, 17 കിട്ടും. 17നോട് എത്ര കൂട്ടുമ്പോഴാണ്, 1 കൂട്ടുമ്പോഴാണ് 18 കിട്ടുക. എങ്കിൽ അടുത്തൊരെണ്ണം ഞാൻ നോക്കാം, 9 പ്ലസ് 7 പ്ലസ് എക്സ് സമം നിങ്ങൾക്ക് കിട്ടുന്ന എത്രയായിരിക്കും, 17 എന്നാ കിട്ടുക. 1c അല്ലേ, സിയുടെ സ്ഥാനത്ത് ചെറിയ നമ്പർ C1 ആണ്. അപ്പോൾ 17 എന്ന് കിട്ടും. 17 കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കടാ, 9 പ്ലസ് 7 എത്രയാടാ, 16. 16നോട് എത്ര കൂട്ടണം, 1 കൂട്ടുമ്പോൾ എത്ര കിട്ടും, 17 കിട്ടണം. ക്ലിയർ അല്ലേ? അതായത് നിങ്ങൾ മനസ്സിലാക്കുക, എക്സ്ട്രാ ആഡ് ചെയ്യുന്ന നമ്പർ എത്രയാണെങ്കിൽ 1 ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു നമ്പർ, ഇതിലേതെങ്കിലും ഒരു നമ്പർ ആയാലേ പറ്റൂ, 9 ആയാലേ പറ്റൂ. മറന്നു പോകരുത്, 9 ആയാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ക്ലിയർ? എത്ര ആഡ് ചെയ്യുമ്പോൾ, 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 1c ടൈപ്പിലുള്ളത് കിട്ടണമെങ്കിൽ എന്തായാലേ പറ്റൂ, ഒരു നമ്പർ എന്തായാലേ പറ്റൂ, 9 ആയാലേ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ 8 ആണെങ്കിൽ എങ്ങനെയാണ് നോക്കിക്കോ. ഇപ്പം 8 പ്ലസ്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ ചെറിയ നമ്പർ ആയിരിക്കണം, റിപ്പീറ്റ് ചെയ്യുന്ന രീതി വരണമെങ്കിൽ 8 പ്ലസ് 7 പ്ലസ് എക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 17 കിട്ടാം. 17 കിട്ടണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് മക്കളെ, ശ്രദ്ധിച്ചോ. 8ഉം 7ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്, 15 കിട്ടുക. ഈ 15നോട് എത്ര കൂട്ടണം, 2 കൂട്ടിയാലേ നിങ്ങൾക്ക് 17 കിട്ടത്തുള്ളൂ. അതായത് എക്സിൻ്റെ വില എന്തായിരിക്കണം, എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യേണ്ട നമ്പർ 2 ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് ഇവിടെ എയുടെ വാല്യൂ 9 ആണെങ്കിൽ എക്സ്ട്രാ നിങ്ങൾ എത്ര ആഡ് ചെയ്താൽ മതി, 1 ആഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അതേപോലെ അതായത് ഇപ്പോൾ
9 പ്ലസ്, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, 9 പ്ലസ് സി പ്ലസ് 1 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1C കിട്ടും. അതുപോലെ 8 പ്ലസ് സി പ്ലസ് 2 ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 1C കിട്ടൂ. 7 ആണെങ്കിലോ 7 പ്ലസ് സി പ്ലസ് 3 ആണെങ്കിൽ നിങ്ങൾക്ക് 1C എന്ന ആൻസർ കിട്ടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതായത് എ പ്ലസ് സി പ്ലസ് 1 അല്ലേ പറ്റൂ, മാക്സിമം ക്യാരി ഓവർ 1 ഉള്ളൂ. അപ്പോൾ എ പ്ലസ്, ഇവിടെ പോലെ നോക്കുക, എ പ്ലസ് സി പ്ലസ് 1 ആണ് നിങ്ങൾക്ക് ഏത് കിട്ടേണ്ടത്? 1C എന്ന് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എത്ര ആയാലേ പറ്റത്തുള്ളൂ? 9 ആയാലേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ദ ആൻസർ ഈസ് 9. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ടഫായിട്ട് നിങ്ങൾക്ക് തോന്നും. സോ ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. ഞാൻ പറയുന്ന ഓരോ പോയിന്റുകളും ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. കുറേ അധികം കോൺസെപ്റ്റുകൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ UPSCക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടും. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ് മക്കളെ. 3 numbers x, y, z are selected from the set of first 7 natural numbers ആണ്. മറന്നു പോകരുത്. എക്സ്, വൈ, ഇസഡ് എന്ന് പറയുന്ന 3 നമ്പറുകളെ ഞാൻ 3 സെറ്റ് ഓഫ് നമ്പറുകളെ സെലക്ട് ചെയ്യുന്നുണ്ട്. എവിടെ നിന്നാണ് സെലക്ട് ചെയ്യുന്ന മക്കളെ? ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ കൗണ്ടിങ്ങിന് എവിടെ തൊട്ടാണ് ഉപയോഗിക്കുക? ഇപ്പം നിങ്ങൾക്ക് ഒരു ബുക്ക് എടുത്ത് തന്നിട്ട് ബുക്കിന് പേജ് നമ്പർ ഇടാൻ പറഞ്ഞാൽ നിങ്ങൾ നാച്ചുറലി എവിടെ നിന്നാണ് തുടങ്ങുക? 1, 2, 3. ഒരിക്കലും നമ്മൾ 0 എന്ന് തുടങ്ങൂലല്ലോ. അപ്പോൾ നാച്ചുറലി നമ്പർ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? 1 നിന്നാണ്. അപ്പോൾ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ മറന്നു പോകരുത്, 1 മുതലുള്ള നമ്പറുകളാണ്. 1 മുതലുള്ള പോസിറ്റീവ് ഇൻറ്റീജറുകളെയാണ് നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് പറയുക, മറക്കരുത്. അപ്പോൾ ആദ്യത്തെ 7 നാച്ചുറൽ നമ്പറുകൾ, അപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. ക്ലിയർ അല്ലേടാ? ക്ലിയർ ആണ്. ഇനി അവർ പറയുന്നത് ഈ സെറ്റ് ഓഫ് 3 നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 2y ആയിരിക്കണം. ദാറ്റ് 2y ആൾസോ ഗ്രേറ്റർ ദാൻ ആരായിരിക്കണം? 3z ആയിരിക്കണം. ഹൗ മെനി സച്ച് ഡിസ്റ്റിങ്ക്റ്റ് ട്രിപ്ലെറ്റ്സ് ആർ പോസിബിൾ? അങ്ങനെ എത്ര ട്രിപ്ലെറ്റുകൾ പോസിബിൾ ആണെന്നാണ്. 3 ജോഡികൾ വേണം നമുക്ക്. അതായത് നിങ്ങൾ എക്സ്, വൈ, ഇസഡുകൾ എന്ന 3 ജോഡികൾ എടുക്കുമ്പോൾ, ഇതിൽ നിന്ന് എടുക്കുമ്പോൾ എന്തൊക്കെയായിരിക്കണം മക്കളെ കണ്ടീഷനുകൾ? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2y-നേക്കാൾ വലുതായിരിക്കണം. അതുപോലെ 3z വാല്യൂ എന്ന് പറയുന്നത് 2y-നേക്കാളും x-നേക്കാളും ഒക്കെ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. ഇതാണ് കണ്ടീഷൻ, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളോടത്ത് ഞാനൊരു കാര്യം പറയാം. ഈ ചോദ്യത്തിൽ എക്സ് ഈ പറയുന്നതിൽ ഏത് നമ്പർ വേണമെങ്കിലും ആവാം. എക്സ് എന്ന് പറയുന്നത് എന്താവാം? 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, 7 ആവാം. പക്ഷേ നമ്മളെ കണ്ടീഷൻ പറയുന്നുണ്ട് എക്സിനേക്കാൾ ചെറുതായിരിക്കണം എന്തുവാടാ? 2y. ശരിയല്ലേ? അപ്പം നിങ്ങൾ നോക്കണം 2y ഏതൊക്കെ നമ്പർ വരാം? 2y ഇപ്പം നിങ്ങൾ y ആയിട്ട് 1 എടുക്കുവാണെങ്കിൽ 2y ഏതൊക്കെ വരാം പറഞ്ഞേ? എക്സ് ഇതിൽ ആര് വേണമെങ്കിലും വരാം. 2y 2 വരാം, 4 വരാം, 6 വരാം, 8 വരാം, 10 വരാം, 12 വരാം, 14 വരാം. ശരിയല്ലേ? ക്ലിയർ ആണല്ലോ. ഇനി 3z ആരൊക്കെ ആയിട്ട് വരാം? 3z ആരൊക്കെ വരാം പറഞ്ഞേ? 3z ആരൊക്കെ വരാടാ? 3 വരാം, 6 വരാം. 3 × 2 6 ആണ്, 3 × 3 9 ആണ്, 3 × 4 12 ആണ്, 3 × 5 എത്രയാണ്? 15 ആണ്, 3 × 6 എത്രയാണ്? 18 ആണ്, 3 × 7 എത്രയാണ്? 21 ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ 2y ആയിട്ട് വരാൻ പോസിബിലിറ്റി ഉള്ള നമ്പറുകൾ ഇതൊക്കെയാണ്. 3z ആയിട്ട് വരാൻ സാധ്യതയുള്ള നമ്പറുകൾ ഇതൊക്കെയാണ്. അപ്പോൾ നോക്കടാ, നിങ്ങളിപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 1 എടുത്താൽ 1-നേക്കാൾ ചെറുതായ 2y ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരിക്കലും എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആരെ എടുക്കാൻ പറ്റത്തില്ല? നമുക്ക് 1-നെ എടുക്കാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ? ഇനി എക്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ 2 സങ്കല്പിച്ച് നോക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ 2 എടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് 2 എടുത്ത് നിങ്ങൾക്കറിയാം 2y എന്ന് പറയുന്നത് ആരായിരിക്കണം? 2y-ൻ്റെ നമ്പറുകളിൽ 2y ഇത്രയും പോസിബിലിറ്റിയോ? 2y-ൽ 2-നേക്കാൾ ചെറിയൊരു നമ്പർ ഉണ്ടോ നോക്കണം. ഇല്ല. അപ്പോൾ ഒരിക്കലും എന്തും പറ്റത്തില്ല മക്കളെ, എക്സിൻ്റെ സ്ഥാനത്ത് 2ഉം എടുക്കാൻ പറ്റത്തില്ല. ദെൻ അടുത്ത് നിങ്ങൾ നോക്കണം,
എക്സിനകത്ത് 3 എടുക്കാൻ പറ്റും നോക്കണം. 3 നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം 3ക്ക് ചെറുതായ 2y വേണം. ഇവിടെ 2yൻ്റെ സ്ഥാനത്ത് 3യേക്കാൾ ചെറുതായിട്ട് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ 3യും വരത്തില്ല. ഇനി നിങ്ങൾ എടുക്കണം ഏതാണ്? 4 എടുക്കുക. 4 എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം എക്സ് 4 ആയിട്ട് എടുത്താൽ ഉറപ്പായിട്ടും ആര് വരും? 2y എന്ന് പറയുന്നത് എക്സിനേക്കാൾ ചെറുതായിരിക്കണം. യെസ് ഉണ്ട്. അപ്പോൾ 2y 2y ഉണ്ട്, 4നേക്കാൾ ചെറുതാണ്. ഓക്കെ, ഇനി നമുക്ക് ഏത് നോക്കണം? ഇതിനേക്കാളും, അതായത് 2yനേക്കാളും ചെറുതായിട്ടുള്ള ആര് വരണം? 3z വരണം. 2yനേക്കാളും ചെറുതായിട്ടുള്ള 3z. ക്ലിയർ അല്ലേ? അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ മക്കളെ? ഇല്ല. 2yനേക്കാൾ വലുതല്ലേ? ഏറ്റവും ചെറിയ 3z എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഏതും പറ്റത്തില്ല മക്കളെ. നമുക്ക് എക്സിൻ്റെ വാല്യൂ ആയിട്ട് 4 എടുക്കാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ഈ പറയുന്നത് കൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി എക്സിൻ്റെ വാല്യൂ നിങ്ങൾ 5 ആണെന്നൊന്ന് സങ്കല്പിച്ച് നോക്കുക. എക്സിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 5നേക്കാൾ ചെറിയ 2y ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. യെസ്. ഇനി 3z നോക്കണം. ഏതിനേക്കാൾ? 2വിനേക്കാളും 4നേക്കാളും ചെറുതായിട്ടുള്ള 3z ഉണ്ടോ മക്കളെ? ഉണ്ട്, ഉണ്ട്. അപ്പോൾ 5 എടുത്തു കഴിഞ്ഞാൽ 5 ഇവിടെ നിങ്ങൾക്ക് എഴുതാം. 5നേക്കാൾ ചെറുതായ ഒരു 2z ഉണ്ട്. ഏതാ മക്കളെ? 2y ഉണ്ട്. ഏതൊക്കെയുണ്ടടാ? 5നേക്കാൾ ചെറുതായിട്ട് ഏതുണ്ട്? 2 എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2yനേക്കാൾ ചെറുതായിട്ടുള്ള 3z കാണാം. ഇല്ല. അപ്പോൾ 5ഉം 2ഉം തമ്മിലുള്ളൊരു പെയർ പറ്റത്തില്ല. 5 എടുത്തു കഴിഞ്ഞാൽ 5നേക്കാൾ ചെറുതായിട്ട് ആരുണ്ട്? 4 ഉണ്ട്. 4നേക്കാൾ ചെറുതായ ഒരു 3z ആരുണ്ട്? 3 ഉണ്ട്. അപ്പോൾ ഒരു ജോഡി നമുക്ക് കിട്ടി. എത്ര ട്രിപ്ലെറ്റ്സ് ഉണ്ടെന്നാണ്? ഒരു ട്രിപ്ലെറ്റ്സ് കിട്ടി. ഇനി 5ആയിട്ട് ബന്ധപ്പെട്ട് വേറെ ട്രിപ്ലെറ്റ്സ് എടുക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം 5നേക്കാൾ ചെറുതായിട്ട് 4, 4നേക്കാൾ ചെറുതായിട്ട് 3 ഉള്ള 3z ഉള്ള ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതാ മക്കളെ? 6. രണ്ടാമത്തെ കേസിൽ നോക്കണം. നിങ്ങൾ നോക്കുക. 6 എടുത്തു കഴിഞ്ഞാൽ 6നേക്കാൾ ചെറുതായ 2y ഏതൊക്കെയുണ്ട് മക്കളെ? 6 2 ഉണ്ട്, 6 4 ഉണ്ട്. ശരിയല്ലേ? ഇനി നിങ്ങൾക്കറിയണം 3z എന്ന് പറയുന്നത് ഈ 2വിനേക്കാൾ ചെറുതായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കേസ് ഇല്ല. അപ്പോൾ ഈ ഒരു കേസ് ഇല്ല. 6നേക്കാൾ ചെറുത് 4 ഉണ്ട്, 4നേക്കാൾ ചെറുതായ 3z ഉണ്ടോ? ഉണ്ട് മക്കളെ, 3 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിടാ? 2 ട്രിപ്ലെറ്റ് ആയിപ്പോൾ. ഇനി നമുക്ക് എന്തുണ്ട്? മൂന്നാമത്തെ കേസിൽ നോക്കാം. 7 വെച്ചിട്ടുള്ള കേസ് നോക്കി നോക്കടാ. 7 എടുക്കുന്നു ഞാൻ. 7 എടുത്തു. 7 എടുത്തു കഴിഞ്ഞാൽ 7നേക്കാൾ ചെറിയ ആരൊക്കെയാ? 2y. നോക്ക്, 2 ഉണ്ട്. 7നേക്കാൾ ചെറിയ 2y ആയിട്ട് ആരുണ്ട്? 4 ഉണ്ട്. 7നേക്കാൾ ചെറിയ വേറെ ആരുണ്ട് മക്കളെ? 6 ഉണ്ട്. റൈറ്റ്, വേറെ പോസിബിലിറ്റി ഇല്ല. ഇനി നമുക്ക് 3z നോക്കാം. 2വിനേക്കാൾ ചെറിയ 3z ഉണ്ടോ? ഇതിനേക്കാൾ 2വിനേക്കാൾ 7 ഇങ്ങനെയാണല്ലോ. 7 2 2വിനേക്കാൾ ചെറിയ 3z വരണം. ഇല്ല. അപ്പോൾ അതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇത് നമുക്ക് ആദ്യമേ ക്യാൻസൽ ചെയ്ത് കളയാവുന്നതാണ്. അങ്ങനെ ഒരു വരത്തില്ല. 2വിനേക്കാൾ ചെറിയ 3z ഇല്ലല്ലോ. അടുത്ത് 7 4 ഇതിനേക്കാൾ ചെറിയൊരു 3z ഉണ്ട്, 3 ഉണ്ട്. 7 6 വരുമ്പോഴും ഒരു 3z ഉണ്ട് മക്കളെ, 3 ഉണ്ടല്ലോ. അപ്പോൾ 7x ആയി വരുന്ന 2 ജോഡികളുണ്ട്. ക്ലിയർ അല്ലേ? 2 ട്രിപ്ലെറ്റുകളുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ട്രിപ്ലെറ്റുകളാണ് മക്കളെ ഉള്ളത്? 4 ട്രിപ്ലെറ്റുകളാണുള്ളത്. 4 ട്രിപ്ലെറ്റുകളാണുള്ളത്. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്തു നോക്കാനുള്ള മനസ്സ് വേണം. ജസ്റ്റ് ഈ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. ഇത് നിങ്ങളുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇത്രയും സമയം നമുക്ക് എക്സാമിന് ചെയ്യാനായിട്ട് ഒരിക്കലും എടുക്കത്തില്ല. ബട്ട് നോർമലി ടൈം എടുക്കും. ഒരു ടെൻഷൻ ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ. കാണുമ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ എഴുതി നോക്കണം. നിങ്ങൾ ഈ എക്സ് എഴുതുക, 2y എഴുതുക, 3z എഴുതുക, എന്നിട്ട് ജസ്റ്റ് കമ്പാരിസൺ നടത്തി നോക്കുക. വലുത് ചെറുത് നോക്കേണ്ട കേസസേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ ഈസി ആണെന്ന് മനസ്സിലാവും. ഓക്കെ അല്ലേ? നമുക്കെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ് മക്കളെ. 32⁵ പ്ലസ് 2⁻27 ഈസ് ഡിവിസിബിൾ ബൈ. താഴെ ഒരു 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആരെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? ദാറ്റ് മീൻസ് ഡിവിസിബിൾ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റണം? കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. സോ ഇങ്ങനത്തെ UPSC ഈ 2024 തന്നെ വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ കുറച്ചുകൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കടാ, 32⁵. ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2 ടേമുകളിലും ഇങ്ങനെ പ്ലസ് ഇട്ട് ഇപ്പോൾ 2 എണ്ണം അവിടെ തന്നിരിക്കുന്നത്, അപ്പോൾ 3 4 ഒക്കെ തരാം. ഇതിൽ കോമൺ ആയിട്ട് ആരെയെങ്കിലും പുറത്തെടുക്കാൻ പറ്റുമോ എന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം? കോമൺ ആയിട്ട് ഏതെങ്കിലും കോമൺ ഫാക്ടറുകൾ 2ലും ഉണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കും മക്കളെ, 32നെ നിങ്ങൾക്ക്
ഒരുപാട് ഐഡിയോളജിയൊക്കെ അറിയാമല്ലോ. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m + n ആണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ a⁻m എന്ന് പറയുന്നത് a⁻m × n ആണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോസ് നോക്കുക, അല്ലെങ്കിൽ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ a⁻m / a⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m - n ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇപ്പോൾ a⁻m എന്ന് പറഞ്ഞാൽ a⁻n × m⁻n. അപ്പോൾ ഇതൊക്കെ മസ്റ്റായിട്ട് അറിയണം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ UPSC സ്ഥിരമായി ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മസ്റ്റായിട്ട് അറിയുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചോദ്യം നോക്കാം മക്കളെ. നിങ്ങൾ നോക്കടാ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ കോമൺ ആയിട്ട് 2 ടേമുകളിൽ നിന്നും കോമൺ ആയിട്ട് ആരെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇപ്പോൾ 32നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 × 16 എന്ന് എഴുതാം, എഴുതിക്കൂടെ? അതേപോലെ ഈ 2 × 16നെ 2 × 2 × 8 എന്ന് എഴുതാം, എഴുതിക്കൂടെ? ഇനി 2 × 2 × ഈ 8നെ എന്തെന്ന് എഴുതാം? 2 × 4 എന്ന് എഴുതാം. ഞാൻ മനസ്സിലാക്കാനാണ് കേട്ടോ ഇത്രയും സ്റ്റെപ്പ് ഇട്ട് എഴുതുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 8നെ തന്നെ സാറേ 2⁻3 എന്ന് എഴുതിക്കൂടെ എന്നൊക്കെ ചോദിക്കാം. സോ അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം കേട്ടോ. എന്നാലും ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. 2 × 2 × 2 × ഈ 4 നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 2 × 2. അപ്പോൾ 32നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെഴുതാം? 2നെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2⁵ എന്ന് എഴുതിക്കൂടെ മക്കളെ? 32നെ 2⁵ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, 32⁵ എനിക്ക് 2⁵ എന്ന് എഴുതാം. അതായത് 2⁻25 എന്ന് എനിക്ക് എഴുതിക്കൂടെടാ? 2⁻25 എന്ന് എഴുതാം. അതായത് 32⁵നെ 2⁻25 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തന്നിക്കുന്ന ചോദ്യത്തിന് ഒന്ന് റീഅറേഞ്ച് എഴുതിക്കൂടെ? നോക്ക് മക്കളെ, നോക്കിക്കോ. 32⁵നെ ഞാൻ 2⁻25 + 2⁻27 ഇങ്ങനെ എഴുതിക്കൂടെ മക്കളെ? എഴുതാം. ഇതാണ് നമുക്കപ്പോൾ നമ്മൾ ഈ 32 ഏതിനെയാ? 32⁵ + 2⁻27നെയാണ് ഞാനിതാ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കടാ, ഈ രണ്ടിലും ഈ ടേമിലും 2⁻25 എനിക്ക് കോമൺ ആയിട്ട് എടുത്തുകൂടെടാ? അപ്പോൾ 2⁻25 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1 + 2⁻27 നിന്ന് 25 പുറത്തെടുത്താൽ 2⁻2 മിച്ചമുള്ളൂ. ശരിയല്ലേടാ? അപ്പോൾ നിങ്ങൾക്കറിയാം 2⁻25 ഇൻറ്റു ഇവിടെ മക്കളെ എത്ര? 1 അല്ലേടാ? 1 + 2⁻2 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ആണ്. അപ്പോൾ 1 + 4 ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? 2 × 2⁻25 ഇൻറ്റു എത്ര കിട്ടടാ? 5 കിട്ടുക. നിങ്ങൾ നോക്കടാ, ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 2⁻25നെ 2⁻24 ഇൻറ്റു 2 × 5 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ നോക്കി നോക്കടാ, 2⁻24 ഇൻറ്റു 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ ഈ നമ്പറിനെ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? നിങ്ങളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. 2ഉം 5 വന്നാൽ അതെന്താണ്? 10 ആണ്. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ആൻസർ ഈസ് 10. ക്ലിയർ അല്ലേ? സോ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ചെയ്തു നോക്കുക. ഈസിയാണ്. ഇത് UPSC മസ്റ്റായിട്ട് ചോദിക്കും. നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ട് ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ അപ്രോച്ച് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ആ അപ്രോച്ച് നോക്കുക. കോമൺ ആയിട്ട് ഏതെങ്കിലും ഫാക്ടറുകൾ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ആ രീതിയിലോട്ട് റീഅറേഞ്ച് ചെയ്യുക. ക്ലിയർ അല്ലേ? ഏറ്റവും ഒരുപാട് സ്റ്റെപ്പ് ഇട്ട് എഴുതിയിട്ടുണ്ട്. കണ്ടു നോക്കുക, കേട്ടു നോക്കുക, എഴുതി ചെയ്തു നോക്കുക. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ് മക്കളെ. ലെറ്റ് P and Q ബി പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 1, 2, 3, 4 അതാണ് കേട്ടോ. 1 മുതലാണ് നമ്മളെ പോസിറ്റീവ് ഇൻറ്റീജറുകൾ വരിക. ഓക്കെ, 0യെ നമ്മൾ ന്യൂട്രൽ ഇൻറ്റീജർ എന്നാട്ടോ പറയുക. 0 ഒരു നെഗറ്റീവ് ഇൻറ്റീജറും അല്ല, പോസിറ്റീവ് ഇൻറ്റീജറും, നമ്മൾ ന്യൂട്രൽ ഇൻറ്റീജർ എന്ന് പറയാം. പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതോട്ട് എടുക്കാവൂ? 1 തൊട്ട് എടുക്കാവൂ. ഓക്കെ, അപ്പോൾ Pയും Q എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, 1 മുതലുള്ള നമ്പറുകളെ പരിഗണിക്കാവൂ. 1, 2, 3, 4. ദെൻ അവർ പറയുന്ന കുറച്ച് കണ്ടീഷനുകളുണ്ട്. P ഷുഡ് ബി ലെസ് ദാൻ Q ആയിരിക്കണം. P ആരെക്കാൾ ചെറുതായിരിക്കണം? Qവിനേക്കാൾ ചെറുതായിരിക്കണം. അതുപോലെ പറയുന്നത് P + Q എന്ന് പറയുന്നത് എന്ത് കിട്ടണം?
കെ കിട്ടണം. ഓക്കെ, ഇനി ബാക്കി കാര്യം നോക്കാം. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് കെ? സോ ദാറ്റ് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് കെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്മോളസ്റ്റ് വാല്യൂ ഓഫ് കെ. സ്മോളസ്റ്റ് വാല്യൂ ഓഫ് കെ. ഓക്കെ അല്ലേ? പേനയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. ഓക്കെ, സോ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് കെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? കെയുടെ ഏറ്റവും ചെറിയ വാല്യൂ. കേൾക്കുക. ഹൗ വാല്യൂ ഓഫ് കെ ദാറ്റ് ഡസ് നോട്ട് ഡിറ്റർമൈൻ പി ആൻഡ് ക്യൂ യുണീക്ക്ലി. പി ആൻഡ് ക്യൂവിനെ യുണീക്കായിട്ട് ഡിറ്റർമൈൻ ചെയ്യാത്ത, ഡസ് നോട്ട് ഡിറ്റർമൈൻ ആണ്, യുണീക്കായിട്ട്. ഓക്കെ, സോ ഇതിന് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പി ആൻഡ് ക്യൂ വാല്യൂ എന്ത് ചെയ്യണം? വാല്യൂ ഓഫ് കെ ദാറ്റ് ഡസ് നോട്ട് ഡിറ്റർമൈൻ പി ആൻഡ് ക്യൂ യുണീക്ക്ലി. ഓക്കെ, യുണീക്കായിട്ട് ഡിറ്റർമൈൻ ചെയ്യാത്ത ഏറ്റവും ചെറിയ നമ്പറാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്പർ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഏറ്റവും ചെറുതാണല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ 1 മുതൽ ഏത് നമ്പർ വേണമെങ്കിലും ആവാം. കണ്ടീഷൻ എന്താ പറയണേ? പിയുടെ വാല്യൂ ക്യൂവിനേക്കാൾ ചെറുതായിരിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാലോ പിയുടെ വില 1 ആണെങ്കിൽ ക്യൂവിൻ്റെ വില എന്തായിരിക്കണം? 2 ആയിരിക്കണം. ശരിയല്ലേ? അടുത്ത് പിൻ്റെ വില 2 ആണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 3 ആവാം, 4 ആവാം, 5 ആവാം, അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം. ഇപ്പം നിങ്ങൾ പിൻ്റെ വില എത്ര എടുക്കുവാണെങ്കിൽ 3 എടുക്കുവാണെങ്കിൽ ക്യൂവിൻ്റെ വില എത്രയൊക്കെ ആവാം? 4 ആവാം. അങ്ങനെയല്ലേ പറയുന്നത്? പി ലെസ് ദാൻ ക്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സെട്ര ആണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഇവിടെ എങ്ങനെയാണ്? ക്യൂവിൻ്റെ വില 3 ആവാം, 4 ആവാം, അങ്ങനെ എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. 5, 6 അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം. സോ നമുക്ക് ആദ്യത്തെ കേസസ് ഒക്കെ നോക്കാം. ഇനി അവർ പറയുന്നത് പി പ്ലസ് ക്യൂ ഈക്വൽ ടു കെ എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിലാണെങ്കിലോ 1 + 2 എത്രയാണ് മക്കളെ? 3 കിട്ടുക. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ കേസിൽ 3 കിട്ടാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇത് പി ആണ്, ഇത് ക്യൂ ആണ്. ആലോചിക്കുക, ഈ പറയുന്ന ഏതെങ്കിലും ഒരു കോമ്പിനേഷനിൽ നിങ്ങൾക്ക് 3 കിട്ടുമോ? വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ എടുത്താൽ പിയുടെയും ക്യൂവിൻ്റെയും വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ. നമുക്ക് ഈ പിയുടെ വില 1 എടുക്കാം. പിയുടെ വാല്യൂ 1 എടുത്തു കഴിഞ്ഞാൽ 1 + 2 ആണ് 3. പിന്നെ 1 + 3 4 ആയി പോവും. ശരിയല്ലേ? ആ ഒരു കോമ്പിനേഷനാണ്. 1 + 3 എടുക്കാം. നമുക്ക് എത്ര കിട്ടാം? 4 കിട്ടാം. ശരിയല്ലേ? ഇനി 1 + 5 നിങ്ങൾ എടുക്കാം. 1 + 4 എടുക്കാം. എങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? കെയുടെ വില 5 കിട്ടുക. ക്ലിയർ അല്ലേടാ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇനി അങ്ങനെ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാം. ഓക്കെ, സോ ഞാൻ ചോദിക്കുന്നത് ഈ 3 കിട്ടുന്ന വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ? പിൻ്റെയും ക്യൂവിൻ്റെയും കോമ്പിനേഷൻ ഉണ്ടോ? 4 കിട്ടുന്ന വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ? നമുക്ക് നോക്കാം. 1ൻ്റെ കേസിൽ ഇനിയൊന്നും വരാത്തില്ല. ഇനി നിങ്ങൾ 1നോട് 5 അല്ലേ കിട്ടും. എന്തായാലും 3യേക്കാൾ വലുതേ കിട്ടൂ, 4നേക്കാൾ വലുതേ കിട്ടൂ, 5നേക്കാൾ വലുതേ കിട്ടൂ. അപ്പോൾ നമുക്ക് 2ൻ്റെ കോമ്പിനേഷൻസ് ഒന്ന് നോക്കാം. നോക്കടാ, 2 + 3 വരാം. 2 + 3 വന്നാൽ 5 വരാം. അതാണ് ഏറ്റവും 2 + 2 പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പി പ്ലസ് ക്യൂ ഏറ്റവും ചെറിയ നമ്പർ ഏതാ കിട്ടുക? 5 കിട്ടുക. നോക്കി നോക്ക് മക്കളെ. എടാ, അതായത് കെയുടെ വില എന്താവരുത്? യുണീക്ക് ആവാൻ പാടില്ല. അതായത് കെയുടെ വാല്യൂ ഡസ് നോട്ട് ഡിറ്റർമൈൻ പി ആൻഡ് ക്യൂ യുണീക്ക്ലി എന്നാണ്. നിങ്ങൾ നോക്ക്, ഈ ആദ്യത്തെ കേസിൽ പിയും ക്യൂ യുണീക്കാണ്. അതായത് കെയുടെ വാല്യൂ 3 എന്ന് പറയുന്നത് കിട്ടുന്ന ഒരു കോമ്പിനേഷനേ ഉള്ളൂ, യുണീക്കാണ്. 4 കിട്ടുന്ന ഒരു കോമ്പിനേഷനേ ഉള്ളൂ, 1 and 3 യുണീക്കാണ്. പക്ഷേ 5 കിട്ടുന്ന ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 കണ്ടീഷൻ ഇല്ലേ മക്കളെ? 1 + 4ലും 5 കിട്ടും, 2 + 3ലും 5 കിട്ടും. അപ്പോൾ ഈ കെയുടെ വാല്യൂ യുണീക്കായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നില്ലല്ലോ. 1 + 4 ആണെങ്കിലും 5 ആണ്, 2 + 3 ആണ്, യുണീക്ക് അല്ല. അപ്പോൾ യുണീക്കായിട്ട് ഡിറ്റർമൈൻ ചെയ്യാത്ത ഏറ്റവും സ്മോളസ്റ്റ് ആണ് നമ്മുടെ ചോദ്യം. സോ ആൻസർ ഈസ് 5. ക്ലിയർ അല്ലേ? ബാക്കി പിന്നെ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? കെയുടെ വാല്യൂ യുണീക്കായിട്ട് ഡിറ്റർമൈൻ ചെയ്യാത്ത നമ്പറുകളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യുണീക്കായിട്ട് കിട്ടാത്തത് പി പ്ലസ് ക്യൂ യുണീക്കായിട്ട് കിട്ടാത്ത ഏറ്റവും ചെറുത് ഏതാണ് മക്കളെ? 5 ആണ്. ഇനി അങ്ങോട്ട് കഴിഞ്ഞ് യുണീക്കായിട്ട് കിട്ടാത്ത വേറെ നമ്പറുകൾ കാണും. നമ്മുടെ ചോദ്യം ഏറ്റവും ചെറുതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ മനസ്സിലായി. ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ അല്ലേ? മനസ്സിലാക്കുക, ആലോചിച്ച് നോക്കുക. ഓക്കെ, UPSCയുടെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ചിന്തിച്ചാലേ ഈ കോൺസെപ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, ചിന്തിച്ച് നോക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും. ശരിയല്ലേ? കുറച്ച് നീളം കൂടിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് ചെയ്യാതെ പോകുന്ന കുറേ ആളുകളെ എനിക്കറിയാം. മിക്കവാറും ഒക്കെ അവർ എന്ത് ചെയ്യാറില്ല, ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളൊരു ഒരു ഫിയറോടെ ഈ ക്വസ്റ്റ്യനെ സമീപിക്കുന്ന ഒരു കേസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്
ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക, വളരെ സിമ്പിളാണ്, ട്രൈ ചെയ്യണം, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താടാ പറയുന്നത്? എ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ഫോളോഡ് ബൈ 2 സ്റ്റേറ്റ്മെന്റ്സ് 1 and 2. കൺസിഡർ ദ ക്വസ്റ്റ്യൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താ മക്കളെ? വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് എം ആൻഡ് എൻ വെയർ എം ആൻഡ് എൻ ആർ നാച്ചുറൽ നമ്പേഴ്സ്? എമ്മും എന്നും നാച്ചുറൽ നമ്പറുകളാണ്. അവരിവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആണോ എന്നൊന്നും ആദ്യത്തെ ക്വസ്റ്റ്യനിനകത്തൊന്നും പറയുന്നില്ല കേട്ടോ. നമുക്ക് ഇനി സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം കേട്ടോ. ഓക്കെ, എമ്മും എന്നും ഉണ്ട്, അവർ നാച്ചുറൽ നമ്പർ ആണെന്നാണ് പറയുന്നത്. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, നാച്ചുറൽ നമ്പർ ഷുഡ് ബി സ്റ്റാർട്ട് ഫ്രം 1 തുടങ്ങിയായിട്ടുള്ള 1 മുതലുള്ള പോസിറ്റീവ് ഇൻറ്റീജറുകളെയാണ് നമ്മൾ എന്ത് പറയുക മക്കളെ? നമ്മൾ എന്ത് പറയുക? നാച്ചുറൽ നമ്പറുകൾ എന്ന് പറയാം. ഓക്കെ, അത് നമുക്കറിയാം. ഇനി ഒരു 2 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? എം പ്ലസ് എൻ ഗ്രേറ്റർ ദാൻ എം ഇൻറ്റു എൻ. മറക്കരുത്, എം പ്ലസ് എൻ ഗ്രേറ്റർ ദാൻ എം ഇൻറ്റു എൻ. അതായത് 2 നമ്പറുകളെ ആഡ് ചെയ്താൽ, നിങ്ങൾ മനസ്സിലാക്കണം നാച്ചുറൽ നമ്പറാണ്, അപ്പോൾ 0 വരത്തില്ല കേട്ടോ. ആ ഒരു കാര്യം മനസ്സിലാക്കണം, 1 മുതലേ വരും. 2 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്നത് ആ നമ്പറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാൾ വലുതാണ്. ക്ലിയർ അല്ലേ? സോ മറന്നു പോകരുത്. അങ്ങനത്തെ ഒരേ ഒരു കേസേ നമ്മൾ ന്യൂമറിക്കൽസിൽ വരാറുള്ളൂ. അതായത് 2 നമ്പറുകളെ ആഡ് ചെയ്യുന്ന വാല്യൂ ആ നമ്പറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാൾ വലുത് കിട്ടണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ മറന്നു പോകരുത്, എനി വൺ ഓഫ് ദ നമ്പർ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ എനി വൺ ഓഫ് ദ നമ്പർ ഷുഡ് ബി 1. മറക്കരുത്. ഏതെങ്കിലും ഒരു നമ്പർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 1 ആണെങ്കിൽ മറ്റേ വാല്യൂ എന്തായിരിക്കും? നമുക്ക് ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ 1 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ഏതായാലേ പറ്റൂ? 1 ആയാലേ പറ്റൂ. ഇനി സ്റ്റേറ്റ്മെന്റ് 1 അവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അടുത്തൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എം ഗ്രേറ്റർ ദാൻ എൻ എന്നാണ്. ഓക്കെ, അപ്പോഴാണ് സ്റ്റേറ്റ്മെന്റ് 1 കംപ്ലീറ്റ് ആവുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയാം എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും മക്കളെ? 1 ആയിരിക്കും. ശരിയല്ലേടാ? എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ എന്നിൻ്റെ വില 1 ആണെങ്കിൽ എമ്മിൻ്റെ വില 1-നേക്കാൾ വലിയ ഏത് ഗുണം ആവാം. എം വാല്യൂ നിങ്ങൾക്ക് 2 ആവാം. എം വാല്യൂ ഏതൊക്കെ ആവാം? 2 ആവാം, 3 ആവാം, 4 ആവാം, എറ്റ്സെട്ര. ഇഷ്ടംപോലെ പോസിബിലിറ്റി ഇല്ലേ മക്കളെ? നമുക്ക് യുണീക്കായിട്ടൊരു ആൻസർ കിട്ടുമോ? കിട്ടൂല. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ഈ പറയുന്ന എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് പോസിബിലിറ്റീസ് വരുന്നില്ലേ, നമുക്ക് കൃത്യമായൊരു ആൻസർ കിട്ടണ്ടേ മക്കളെ? ഓക്കെ, നമുക്കിനി അടുത്ത ഓപ്ഷൻസ് കൂടി പരിഗണിക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചില കുട്ടികളുണ്ട്, ആൻസർ ഒരെണ്ണം അടിച്ചു വയ്ക്കുന്നതാണ്, 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ച് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നിങ്ങൾ ചെയ്തു നോക്കണം. ചിലപ്പോൾ അടുത്ത ഓപ്ഷൻ കൂടി വായിക്കുമ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒരു യുണീക്ക് ആയിട്ടുള്ള ആൻസർ കിട്ടൂല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? അത് ചെയ്ത് നോക്കിയാലേ പറ്റും. അപ്പോൾ നമുക്കത് ഉറപ്പായിട്ട് UPSC നമുക്ക് അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഉറപ്പായിട്ട് ചെയ്യണം. മിക്കവാറും ഒക്കെ അടുത്ത ഒരു പരിഗണിക്കുമ്പോൾ ആൻസർ കിട്ടുമായിരിക്കും, പക്ഷേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ചെയ്തു നോക്കണം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് എന്ന് പരിഗണിച്ചു. ദ പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ, പ്രോഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ എന്തായിരിക്കണം എന്നാണ് പറയണേ? 24 ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഉറപ്പാണല്ലോ, നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ 1 ആയിരിക്കണം. എം ഇൻറ്റു എൻ 24 ആകണമെങ്കിൽ ഉറപ്പായിട്ട് എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കണം മക്കളെ? 24 ആയിരിക്കണം. ശരിയല്ലേ? ഈ എന്നിൻ്റെ വില 1 ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാൽ? സ്റ്റേറ്റ്മെന്റ് 1 ഉപയോഗിച്ചാൽ. എമ്മിൻ്റെ വില 24 മാത്രമേ വരുള്ളൂ എന്ന് തീരുമാനിച്ചത് ഏത് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാൽ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാൽ. അപ്പം നമുക്ക് എക്സാക്ട് കറക്റ്റായിട്ട് എമ്മിൻ്റെ വില 24 എന്നും അതുപോലെ എന്നിൻ്റെ വില എത്രയെന്നും 1 എന്നും കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്റ്റേറ്റ്മെന്റും വേണം? ഈ 2 സ്റ്റേറ്റ്മെന്റുകളും ഒരുമിച്ച് ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആൻസർ കിട്ടത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം, ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റൻ ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്താ? ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസേർഡ് ബൈ യൂസിങ് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് അലോൺ ബട്ട് കനോട്ട് ബി ആൻസേർഡ് യൂസിങ് ദ അതർ സ്റ്റേറ്റ്മെന്റ് അലോൺ. അതായത് ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, മറ്റേ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തില്ല.
അടുത്ത് പറയുന്നത് ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസേർഡ് ബൈ യൂസിങ് ഏതർ സ്റ്റേറ്റ്മെന്റ് അലോൺ. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് എക്സ്പ്ലെയിൻ മനസ്സിലാക്കി ചെയ്താൽ അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്താൽ സോൾവ് ചെയ്താൽ ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുമെന്നാണ് പറയുന്നത്. പറ്റത്തില്ല, ഇവിടെയും അങ്ങനെ നമുക്ക് പറ്റത്തില്ല, നമുക്ക് രണ്ടുപേരും വേണമല്ലോ. സോ ഓപ്ഷൻ സി എന്താ പറയുന്നത്? ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസേർഡ് ബൈ യൂസിങ് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ടുഗദർ ബട്ട് കനോട്ട് ബി ആൻസേർഡ് യൂസിങ് എയ്തർ സ്റ്റേറ്റ്മെന്റ് അലോൺ. ശരിയല്ലേ മക്കളെ? ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ ഒറ്റയ്ക്ക് ഉപയോഗിച്ചാൽ ആൻസർ കിട്ടൂല, രണ്ട് ആളുകളെയും ഒരുമിച്ച് ഉപയോഗിക്കണം. ഓക്കെ, സോ ആൻസർ സി ആണ്. നമുക്ക് എന്തായാലും അടുത്ത ഓപ്ഷൻ കൂടി ഒന്ന് വായിച്ചു നോക്കാം. ദ ക്വസ്റ്റ്യൻ കനോട്ട് ബി ആൻസേർഡ് ഈവൻ ബൈ യൂസിങ് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ടുഗദർ. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഒരുമിച്ച് ഉപയോഗിച്ചാലും എന്ത് കിട്ടൂല എന്നാ പറയണേ ആൻസർ. അത് തെറ്റാണ്, നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് ഉപയോഗിച്ചാൽ ആൻസർ കിട്ടും. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഞാൻ എന്തിനാ ഈ ഓപ്ഷൻ എല്ലാം വായിച്ചെന്ന് വെച്ചാൽ UPSC ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ഇങ്ങനെയാണ്. ഈ ഓപ്ഷൻസ്, ഈ ഒരു ടൈപ്പ് ഓപ്ഷൻസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഓപ്ഷൻ ഒന്ന് വായിച്ച് അനലൈസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത്, ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യനുകൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.